വനിതാ സംവരണത്തിന്റെ മറവിൽ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ബി.ജെ.പി. സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും രാഷ്ട്രീയ മര്യാദകൾക്കെതിരുമാണ്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന ശക്തമായ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിമാർ സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് അതീവ പ്രാധാന്യമുള്ള സന്ദർഭങ്ങളിലാണ്. ഗവൺമെന്റിന് രാഷ്ട്രത്തിന് നൽകാനുള്ള സന്ദേശങ്ങളാണ് സാധാരണഗതിയിൽ ഇത്തരം അഭിസംബോധനകളിലൂടെ പുറത്തുവരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയത് ഒരു പൊതുയോഗത്തിലെ രാഷ്ട്രീയ പ്രസംഗമാണ്. പ്രതിപക്ഷ പാർട്ടികളെ അപമാനിക്കാനും പരിഹസിക്കാനുമാണ് അദ്ദേഹം ദൂരദർശൻ അടക്കമുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചത്. അങ്ങേയറ്റം ഹീനമായ പ്രയോഗങ്ങൾ അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തി. രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. വനിതാ സംവരണം രാജ്യത്ത് നടപ്പാക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമല്ലേ? 2023 പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണമായ പിന്തുണയോടെ പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമം ഇക്കാലം അത്രയും പൂഴ്ത്തിവെച്ചത് കേന്ദ്ര സർക്കാരല്ലേ? ആ നിയമം നടപ്പാക്കാനുള്ള തടസ്സം എന്തായിരുന്നു? വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയമായി കൂട്ടിക്കുഴയ്ക്കാനും അതിനെ സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ മറയാക്കാനും ശ്രമിച്ചത് എന്തിനായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണം. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ മണിപ്പൂരിൽ ഉൾപ്പെടെ ക്രൂരമായി വേട്ടയാടപ്പെട്ട സ്ത്രീകളോട് അദ്ദേഹം മാപ്പ് ചോദിക്കാൻ തയ്യാറായില്ല. ഈ മാപ്പപേക്ഷയിൽ ആത്മാർത്ഥമായി ഒന്നുമില്ല. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ദൂരദർശൻ ഉൾപ്പെടെയുള്ള പൊതു സംപ്രേക്ഷണ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി CPI ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കമ്മീഷൻ പ്രതികരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടു എന്ന് ആർക്കും ബോധ്യപ്പെടാവുന്ന ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന സമീപനം നീതീകരിക്കാനാവുന്നതല്ല. കമ്മീഷൻ പക്ഷപാതപരമായി ഇടപെടുന്നു എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല. ഇത് ജനാധിപത്യത്തെ ദുർബലമാക്കും. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൂടുതൽ കരുത്തുറ്റ ചെറുത്തുനിൽപ്പുകൾ അനിവാര്യമാണ്. അതിനായി യോജിച്ച മുന്നേറ്റമുണ്ടാകണം.